എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 20 റിവ്യൂ ആണ്. രാവിലെ തന്നെ ജിസയിലും കിച്ചൺ ടീമുമായിട്ടുള്ള ഫൈറ്റാണ് കാണിക്കുന്നത്. ജിസയില് കാപ്പിപ്പൊടി ഒളിപ്പിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നു. ഇന്നലെ തീർന്നു എന്ന് പറഞ്ഞ കാപ്പിപ്പൊടി ഇന്ന് വീണ്ടും കുപ്പിയിലേക്ക് അത് വന്നു. അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ശരത്ത് ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ജിസേൽ പറഞ്ഞു അത് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു, അത് കണ്ടുപിടിക്കാത്തത് നിങ്ങളുടെ പ്രോബ്ലം ആണെന്ന്. അപ്പോൾ ജിസേലിനെ രക്ഷിക്കാൻ വന്നിട്ടുള്ള ആര്യൻ പറയുന്നു ഇനി മുതൽ കിച്ചൺ ടീമിലുള്ളവരല്ലാതെ വേറെ ആരും ഇതിനകത്തോട്ട് കയറരുതെന്ന് പറയുന്നു. അപ്പോൾ അത് ജിസേലിന് ഒരു തെറ്റ് പറ്റിയതാണെന്ന് പറയുമ്പോൾ അനുമോള് ചോദിക്കുന്നു ഒരാൾക്ക് എത്ര പ്രാവശ്യം തെറ്റ് പറ്റും എന്നുള്ളത്. അപ്പം ജിസേൽ പറയുന്നു ഇനിയും 3 പാക്കറ്റ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ അനീഷ് പറയുന്നു ജിസേൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ശരത്തിനെയും അക്ബറിനെയാണ്. ബാത്റൂം ഏരിയയിൽ നിന്നിട്ട് അക്ബർ പറയാണ് ഞാനൊരു ടാസ്കിനിടയ്ക്കാണ് രേണി ചേച്ചീനെ അങ്ങനെ വിളിച്ചത്, പക്ഷെ ഒണിയിലൊരു 19 വയസ്സുള്ളൊരു കൊച്ചിനെ എന്തൊക്കെയാണ് വിളിച്ചിരിക്കുന്നതെന്ന് ഒണിയിൽ റെനയായിട്ടുള്ള വഴക്കിൻ്റെ കാര്യം അക്ബർ സംസാരിക്കുകയാണ്. അപ്പം രാവിലത്തെ ഈ ജിസേലിൻ്റെ വഴക്ക് കാരണം തന്നെ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് താമസിച്ചു. അപ്പോൾ ഷാനവാസ് ഇവിടെ പറയാണ് ഇവിടെ ഫുഡ് ഇത്രയും ലേറ്റായി, മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഇല്ലേ, അവിടെ 6 പേരില്ലേ കിച്ചണിൽ നിന്ന്. എന്നിട്ട് ഷാനവാസ് കിച്ചണിൽ പോയിട്ട് പറയുന്നു സമയത്തിന് ഫുഡ് കിട്ടാത്തതിൻ്റെ കാര്യമൊക്കെ. ഒരു സ്റ്റൗവിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പുറത്ത് കറി ഉണ്ടാക്കണം, അതിന് ഇത്ര ബോധമില്ല, ഇവിടെ 6 പേരില്ലെന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നു 6 പേർക്കും കൂടെ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഷാനവാസ് പറയുന്നു ഇവിടെ അനുമോളിനെ മാത്രമല്ല കുറ്റം പറഞ്ഞിട്ടുള്ളത്, 6 പേരും ഇത് കേൾക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അനുമോൾ ഇവിടെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അനുമോൾ കരയുന്നുണ്ട്. കുറച്ച് സമയം വൈകിയതിനാണോ ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അനുമോൾ കരയുന്നുണ്ട്. ശരത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജയിൽ നോമിനേഷനാണ് കാണിക്കുന്നത്. ഒണിയിലിനെയും ജിസേലിനെയാണ് ജയിലിലേക്ക് പോകാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒണിയിലിനെ തിരഞ്ഞെടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ റെനയായിട്ട് നടന്ന വഴക്കിൻ്റെ ഇടയ്ക്ക് വിളിക്കാൻ പാടില്ലാത്തതും പറയാൻ പാടില്ലാത്തതായിട്ടുള്ള സകല വാക്കുകളും തെറികളും ഒണിയിൽ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ജിസേലിനെതിരെ പറഞ്ഞിട്ടുള്ളത് മോഷണം, അതുപോലെ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്തില്ല, എന്ത് പറഞ്ഞാലും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള കാരണങ്ങളാണ്. ജയിൽ നോമിനേഷൻ കഴിഞ്ഞ പാടെ ഒണിയിലും റെനയും തമ്മിൽ വഴക്ക്. നീ എന്നെ തല്ലിയതൊന്നും ഇവിടെ ആരും കാണത്തില്ല, ഞാൻ പറഞ്ഞത് മാത്രമേ കാണത്തുള്ളൂ ഒണിയിൽ പറയുന്നു. ഈ മണ്ണിൽ അപ്പം അഭിലാഷ് പറയുന്നു ഈ മണ്ണിൽ കിടന്ന് ഉരുളുന്ന ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഇവിടെ പലരും അമ്മയെ വരെ തെറി വിളിച്ചതായിട്ട് എനിക്കറിയാമെന്ന് പറയുന്നു. അപ്പോൾ റെന മുതുക്കനെന്നും തിരിച്ച് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റെനയും ഒണിയിലും തമ്മിൽ റെന അവിടെ കുത്തിയിരിക്കുകയാണ് ഒണിയിലിനെ ട്രിഗർ ചെയ്യാനായിട്ട്. ഒണിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രൊവോക്ഡും ആവും. ഒണിയിലാണെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ വായിന്ന് വരുന്നത് മുഴുവനും മോശമായിരിക്കും. ഇന്നും റെനേൻ്റെ ബോയ് ഫ്രണ്ടിനെയും റെനേനെയൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ കുപ്പി വെച്ച് നിന്റെ തലക്കിട്ടടിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. നീ ഇനി ഇവിടെ ഇരുന്ന് ചൊറിഞ്ഞ് ഞാൻ അവസാനം ഇതുകൊണ്ട് അടിക്കും എന്നൊക്കെ ഒണിയിൽ പറയുന്നുണ്ടായിരുന്നു. റെനയാണെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ പോയിരുന്ന് ഒണിയിലിൻ്റെ മാക്സിമം ചൊറിയാൻ പറ്റുന്നതിൻ്റെ മാക്സിമം റെന ചൊറിയുകയും ചെയ്യും. അപ്പോൾ ഈ ഒണിയിലും റെനയും തമ്മിലുള്ളത് കഴിഞ്ഞ സമയത്ത് അഭിലാഷും ശരത്തും തമ്മിലായി. അപ്പോൾ ശരത്ത് ജിസേലിൻ്റെ അമ്മേനെ തെറി പറഞ്ഞു എന്നുള്ളതാണ് അഭിലാഷ് പറയുന്നത്. അങ്ങനെ തെറി പറഞ്ഞു എന്ന് ശരത്ത് അഭിലാഷിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെ ശരത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുന്നു. അപ്പോൾ ശരത്ത് പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ക്യാമറയിൽ നോക്കാമല്ലോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ആര്യനെ വിളിച്ചിട്ട് ബെഡ്റൂമിൽ പോയിരുന്നിട്ട് ആര്യൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവൻ ആരാന്നാണ് ഇവൻ്റെ വിചാരം, ഞാൻ തെറി പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ആരെയും പറയൂല, ഞാൻ പറഞ്ഞത് ഈ കൊടി കുത്തുന്ന ടാസ്ക് വന്നതിന് ശേഷം എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു, അങ്ങനെ അവിടെ ഇരുന്നിരുന്ന സമയത്ത് ഒരു കോമഡി പോലെ പറഞ്ഞതാണ്, പറഞ്ഞു വന്നപ്പോൾ കുറച്ച് കയ്യിൽ നിന്നും കൂടെ ഇട്ടു, അതെൻ്റെ തെറ്റാണ്, അല്ലാതെ ഞാൻ ആരുടെ അമ്മയ്ക്ക് പറയൂല, ഇവിടുന്ന് പുറത്തുനിന്ന് പറയുമെങ്കിൽ ഇവിടുന്ന് ഒട്ടും അങ്ങനെ പറയില്ല എന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തിരഞ്ഞെടുത്തവരെ കാണിക്കുകയാണ്. 6 വോട്ടുകൾ വീതം നേടി ശരത്തും ബിന്നിയും, അതേപോലെ 13 വോട്ടുകൾ നേടിയിട്ട് ശൈത്യനെ പറ്റിയിട്ട് പുറത്തേക്ക് നമുക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും അകത്തുള്ളവർക്കിടയിൽ ശൈത്യനെ പറ്റിയുള്ള അഭിപ്രായത്തിൽ വലിയ തരത്തിലുള്ളൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാപ്റ്റൻസിയിലേക്കൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഷാനവാസും അഭിലാഷും ഒണിയിലും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവിടെ ഒരു ഗ്രൂപ്പ് തീരുമാനിക്കും ആര് ക്യാപ്റ്റൻ ആവണം, അടുത്ത ആഴ്ച ആരെ ക്യാപ്റ്റൻ ആക്കണമെന്നൊക്കെ. എന്തുകൊണ്ട് നെവിനെ പറഞ്ഞില്ല? നെവിൻ കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ ടാസ്കിലും ജയിച്ചല്ലോ, ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുള്ള എല്ലാ ടാസ്കിലും വിജയിച്ചല്ലോ, എന്നെ എന്തുകൊണ്ടാക്കിയില്ല? എല്ലാം തീരുമാനിക്കുന്നത് അക്ബറും അക്ബറിൻ്റെ കുഞ്ഞുങ്ങളും കൂടിയാണ്. പിന്നെ ഇവിടെ ഉള്ളവരെ അല്ലല്ലോ നോക്കേണ്ടത്, പുറത്തുള്ള പ്രേക്ഷകരെയാണല്ലോ. പ്രേക്ഷകർക്ക് എന്തായാലും എന്നെ ഇഷ്ടമാണല്ലോ എന്നൊക്കെ ഒണിയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സ്പോൺസർ ടാസ്ക് ആണ് കാണിക്കുന്നത്. പിന്നീട് പണിപ്പുരയിലേക്കുള്ള ടാസ്ക് കൊടുക്കുന്നു. 5 പേരാണ് പണിപ്പുരയിലേക്ക് പോകുന്നത്. അനീഷ്, ബിന്നി, ഒണിയിൽ, ജിസേൽ, നെവിൻ.
അതിൽ 10 സെക്കൻഡാണ് സമയമുള്ളത്. അപ്പോൾ അനീഷ് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നുണ്ട് 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ അകത്തേക്ക് പോകുന്നു, അത്യാവശ്യം സാധനങ്ങളെടുത്ത് തിരിച്ചു വരുന്നു. പക്ഷെ തിരിച്ചു വരുന്ന വഴി ഒണിയിൽ അവിടെ കമന്നടിച്ച് വീഴുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു സമയം കഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്ന്. ഏതായാലും അവർക്ക് അത്യാവശ്യം സാധനങ്ങൾ ഇന്ന് പണിപ്പുരയിൽ കയറിയതോടുകൂടി കിട്ടിയിട്ടുണ്ട്. അനീഷിനൊരു ഷർട്ടും മുണ്ടും കിട്ടിയെന്ന് തോന്നുന്നു. അതുപോലെ ശരത്തിന് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ട ഫുഡ് ഐറ്റംസും കിട്ടിയിട്ടുണ്ട്. 2050 പോയിൻറ്റ്സാണ് അവർക്ക് ടോട്ടൽ ഉണ്ടായിരുന്നത്. 2045 പോയിൻറ്റ്സിന് മറ്റും അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അനീഷ് പറയുന്നത് ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം തെറ്റല്ല എന്നുള്ളത്. അതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ രണ്ടുപേരുടെയും തെറ്റായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരാളുടെ മാത്രം തെറ്റായിരിക്കാം. ചിലപ്പോൾ രണ്ടുപേർക്കും ഡിവോഴ്സ് വേണമായിരിക്കും, അതല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം മതിയായിരിക്കും ഡിവോഴ്സ്. അങ്ങനെ ഓരോരുത്തരുടെയും സാഹചര്യം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. അതിനെ അങ്ങനെ ജനറലൈസ് ചെയ്തിട്ട് വേൾഡിൽ മൊത്തം നടക്കുന്ന ഡിവോഴ്സ് ഒരാളുടെ മാത്രം തെറ്റുകൊണ്ടല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ഇനി പുള്ളി എന്താണ് ശരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലായിട്ടില്ല. കാരണം അവിടെ അനീഷിന് ഒരു ക്ലാരിറ്റി വരുത്താനുള്ള ഒരു സ്പേസ് അവിടെ കൊടുക്കുന്നില്ല. അനീഷ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ബാക്കിയുള്ളവർ അവിടെ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ജെൻഡർ വൈസ് ആണോ അനീഷ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതല്ല ശരിക്കും രണ്ടുപേരുടെ ഭാഗത്തും ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് തന്നെയാണോ എന്നുള്ളത് മനസ്സിലായിട്ടില്ല. അതിൽ അക്ബർ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരാൾ മദ്യപിച്ചിട്ട് വന്നു, ഭാര്യനെ തല്ലുന്നയാളാണ്, അപ്പോൾ ഭാര്യ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടുപേരുടെയും ഭാഗത്തുള്ള തെറ്റാകുമെന്ന്. അപ്പോൾ അനീഷ് തിരിച്ചു പറയുന്നത് അങ്ങനത്തെ സാഹചര്യത്തിൽ ഭർത്താവ് മദ്യപിച്ച് ഉപദ്രവിക്കുന്നതാണെങ്കിൽ അപ്പോൾ ആ സ്ത്രീ അതിനെ അംഗീകരിച്ചാൽ എന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ ദേഷ്യപ്പെടുകയാണ്. അനീഷ് ആ സെൻറ്റൻസ് പൂർത്തിയാക്കിയിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് കേട്ടിട്ട് പറയായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി വന്നേനെ. അതിനുശേഷം പിന്നെ അനീഷ് ആദിലിൻ്റെ അടുത്ത് ക്ലാരിറ്റി വരുത്തുന്നത് അത്തരം സാഹചര്യത്തിൽ ആ സ്ത്രീ അവിടെ ചങ്കൂറ്റം കാണിക്കണമായിരുന്നു, രണ്ടുപേർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആ സ്ത്രീ അത് കറക്റ്റായിട്ട് വിനിയോഗിക്കണമായിരുന്നു എന്ന് പിന്നീട് പിന്നെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഡിവോഴ്സ് ചൂസ് ചെയ്യാതെ ഇത്തരം സാഹചര്യങ്ങളിൽ ഒതുങ്ങി ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് അനീഷും ശാരികയും പറയുന്നത്. പക്ഷേ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലും പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അനീഷ് പറഞ്ഞിട്ടുള്ളത് അത്തരം സാഹചര്യങ്ങളിൽ ചങ്കൂറ്റം കാണിക്കണം എന്നുള്ളതാണ്. പക്ഷേ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഈ ലോകത്തുള്ളവർ ഡിവോഴ്സ് ചെയ്യുന്നത് മുഴുവനും ഒരാളുടെ മാത്രം തെറ്റല്ല എന്നുള്ളത്. ഈ ഒരാളുടെ മാത്രം തെറ്റല്ല എന്നുള്ളത് ജെൻഡർ വൈസ് ആണോ അതോ രണ്ടുപേരും എന്നുള്ളത് കണക്കാക്കിയിട്ടാണോ എന്നുള്ളതൊന്നും മനസ്സിലായിട്ടില്ല. ഏതായാലും ഈ ഡിവോഴ്സിലെ ശരിയും തെറ്റും പറയുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. കാരണം സമൂഹത്തിനെ പേടിച്ചിട്ട് ഡിവോഴ്സ് ചൂസ് ചെയ്യാതെ ജീവിക്കുന്ന, വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ജീവിച്ച് അവസാനം ആത്മഹത്യ തിരഞ്ഞെടുത്തിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം സമൂഹത്തിലേക്ക് വീണ്ടും വീണ്ടും ഈ ഡിവോഴ്സിലെ ശരിയും തെറ്റും ഇട്ടുകൊടുത്ത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു സമൂഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നതിനോട് ഒരു തരത്തിലും എനിക്ക് യോജിപ്പില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ജിസേലിനെയും ഒണിയലിനെയും കൂടെ ജയിലിലേക്ക് അയക്കുകയാണ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന ജയിൽ ടാസ്ക് ആണ് മനുഷ്യ ക്ലോക്ക്. 2 ഇരുമ്പ് വടികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോക്കിലെ സെക്കൻഡ് സ്വിച്ച് പോലെ ഈ ഇരുമ്പ് വടികൾ പരസ്പരം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 60 തവണ അടിക്കുന്ന സമയത്ത് 1 മിനിറ്റ് ആവും. 60 മിനിറ്റ് 1 മണിക്കൂർ. 1 മണിക്കൂർ ആവുന്ന സമയത്ത് ഈ ഇരുമ്പ് വടികൾ തട്ടാത്ത ആൾ കൈ കൊട്ടുക. ചോക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മണിക്കൂറും അവിടെ എഴുതി വയ്ക്കുക. അപ്പോൾ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് കറക്റ്റ് സമയം ബിഗ് ബോസ് പറയും. അപ്പോൾ ആ സമയം മുതൽ ഇവരിങ്ങനെ ഇരുമ്പ് വടികൾ തമ്മിൽ ഓരോ സെക്കൻഡ് ഇങ്ങനെ അടിച്ച് എത്ര മണിക്കൂറുകളായി എന്നുള്ളത് എഴുതി വയ്ക്കുക. അപ്പോൾ ഇവർ ജയിലിലിരുന്ന് ഇങ്ങനെ അവരുടെ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ഡൈനിങ് ഏരിയയിൽ ശാരിക, അനീഷ്, ഷാനവാസ്, നെവിൻ ഇവർ 3 കൂടി ആയിട്ടുള്ള വളരെ കോമഡി ആയിട്ടുള്ളൊരു സീൻ കാണിക്കുകയാണ്. അപ്പോൾ നെവിൻ അനീഷിനെ അനുകരിക്കുകയാണ്. അത് വളരെ നന്നായിട്ട് അനുകരിച്ചിട്ടുണ്ട്. നല്ല കോമഡി ആയിരുന്നു. അതിൽ അനീഷ് ആദ്യമായിട്ടാണ് അത്രയും ഇതിൽ ചിരിക്കുന്നത്. ഷാനവാസും പറയുന്നുണ്ട് അനീഷിനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചിരിച്ച് കാണുന്നതെന്നുള്ളത്. അത് നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. നെവിൻ നന്നായിട്ട് അനീഷിനെയും അതുപോലെ തന്നെ ഷാനവാസിനെയൊക്കെ അനുകരിച്ചും കാണിക്കുന്നുണ്ട്. അതേസമയം ജയിലിൽ 12:50 ആവുന്ന സമയത്തും ഈ ഒണിയിലും ജിസയിലും തമ്മിൽ ഈ ഇരുമ്പുവടികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 1:35 കാണിക്കുന്നുണ്ട്, 2:45 കാണിക്കുന്നുണ്ട്. അവസാനം അഭിലാഷ് പോയിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കഷ്ടം തോന്നുന്നുണ്ട് നിർത്താനായിട്ട്. ഒണിയിൽ പറയുന്നുണ്ട് ഇനി ഞങ്ങൾ ഒരു തെറ്റും ചെയ്യൂല, ഇതൊന്നും നിർത്തുന്നൊക്കെ. അവസാനം ഇത് തീർന്നോ ഫിനിഷ് ചെയ്തോ എന്നറിയില്ല. ജിസേൽ എന്തായാലും അവിടെ കിടക്കുന്നുണ്ട്, മതി ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒണിയിലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ജിസേൽ അവിടെ കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.